രാഹുൽ വന്നിറങ്ങുന്ന സമയത്ത് വളരെ പോസിറ്റീവായിരുന്നു, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പോകുമ്പോൾ വളരെ നെഗറ്റീവായിരുന്നു. തൊട്ടു പിന്നാലെ പ്രശോഭിൻ്റെ വിഷയം വരുന്നു. അപ്പോൾ ഇത് ഒരു തിരിച്ചടിയായിട്ടും അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ പിഷാരടി എന്നൊരു സ്ഥാനാർത്ഥിയെ? എനിക്ക് വിഷമമുണ്ട്, സത്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇപ്പോൾ ആ പെൺകുട്ടിക്ക് നീതി കിട്ടുക, അതിനു വേണ്ടിയുള്ള നിയമ നടപടികൾ പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റുള്ള ആളുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. ഞാനിവിടെ വന്നിട്ട് 10 ദിവസമാകുന്നതേ ഉള്ളൂ. ഞാൻ ഇവിടെ വന്ന് ഓരോ മണ്ഡലം കമ്മിറ്റികൾ വഴിയും അല്ലാതെയും ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതാത് പ്രദേശത്തെ ആളുകൾ എന്നോടൊപ്പം കൂടുന്നുണ്ട്, വരുന്നുണ്ട്. ഞാൻ ചിത്രങ്ങൾ കണ്ടപ്പോഴാണ് ഇദ്ദേഹത്തെ മനസ്സിലാക്കുന്നത് തന്നെ. ഞാൻ പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചുരുങ്ങിയ ദിവസത്തിനകം ഇങ്ങനൊരു വാർത്ത കേൾക്കേണ്ടി വരുമ്പോൾ അതൊരു നീതികേടാണ്. ആ നീതികേട് മാറണം. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മൊത്തം പുറത്താക്കി. അതാണല്ലോ ഇപ്പോൾ ഇമ്മീഡിയറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെ നടന്നെങ്കിൽ ഉറപ്പായും ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ നിലനിൽക്കുന്നത്. അത് ജീവിതയ്ക്കൊപ്പം തന്നെയാണ്, ഒരു സംശയമില്ല. 100% 100% ആണ്, ഒരു സംശയമില്ല. ഓക്കെ. സോ എനിക്ക് തോന്നുന്നു പ്രചരണത്തിന്റെ സമയമായി. അപ്പോൾ പിഷാരടി സ്വതന്ത്രമാകും. ഇത് കഴിഞ്ഞ് നമ്മുടെ നിഗൂഢ നീക്കങ്ങൾ ആദ്യം പറഞ്ഞ ഗൂഢ നീക്കങ്ങൾ അപ്പോൾ നിഗൂഢ നീക്കങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമ്മൾ 4-ാം തീയതിക്ക് ശേഷം നമ്മൾ വരും. നമ്മൾ വീണ്ടും കാണും. എല്ലാം ഓക്കെ. നിങ്ങൾ എന്തായാലും ബസ് എടുത്ത് നടക്കുന്ന നിങ്ങൾക്ക് സ്ഥാനാർത്ഥികൾ കയറും വണ്ടിയിൽ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.